രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് യോഗം അംഗീകാരം നൽകിയേക്കും. വൈകുന്നേരം ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം വയനാട് വടകര സീറ്റുകളിൽ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. അതേസമയം മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരത് ചേരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ശരത്, വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം സംബന്ധിച്ച് ഒരു പ്രതികരണത്തിനും രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ഇപ്പോഴും ആ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണോ? ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശരത്? നിർഭൻ, രാഹുൽ ഗാന്ധി ആരംഭിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപായി തന്നെ സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിനോട് കൃത്യമായി പ്രതികരിക്കാതെ അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലേക്കൊക്കെ തന്നെ കോൺഗ്രസിന് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും പ്രവർത്തക സമിതി യോഗം ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. അതല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യം ഏത് രീതിയിലാണ് ഇന്ന് പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ച കാര്യമായി നടത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ മാത്രം മുന്നിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് പ്രധാന അജണ്ടയാക്കിക്കൊണ്ടായിരിക്കും ഇന്ന് പ്രധാനമായും ഈ ഒരു യോഗം നടക്കുക. നാടകീയമായി മാത്രമേ ഒരുപക്ഷെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്ടിൽ മത്സരിച്ചേക്കില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പോകാനുള്ള പ്രധാനമായ കാരണമായി NDTV ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കാരണം ഒന്ന്, അത് കൃത്യമായും ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം തെറ്റായ ഒരു സന്ദേശമായിരിക്കും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരായ ഒരു ക്യാമ്പയിനിൽ വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു സന്ദേശം കൂടിയായിരിക്കും ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ രാഹുൽ അത്തരത്തിൽ BJP ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് തന്നെയാണ് പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളുമായൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ആ ഒരു കാര്യം പ്രധാനമായുമുണ്ട്. അതുപോലെ തന്നെ BJP ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതും ഏറെ പ്രധാനമാണ്. നിലവിൽ BJP രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. മറ്റൊരു മണ്ഡലം രാഹുൽ ഗാന്ധി തേടുന്നതിനെ സംബന്ധിച്ച് സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP പ്രതികരണം നടത്തിയിട്ടില്ല. രാഹുൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് കാത്തിരിക്കുക തന്നെയാണ് BJP ചെയ്യുന്നത്. കാരണം നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം വോട്ടുകൾക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. മുസ്ലിം വോട്ടുകൾ ആണ് അവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ഒരു മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ അത്തരമൊരു മണ്ഡലത്തിലേക്ക് മാറിയത് എന്നുള്ള രീതിയിൽ ഉത്തരേന്ത്യയിൽ വ്യാപകമായ പ്രചരണത്തിന് BJP തുടക്കം കുറിക്കാനുള്ള സാധ്യതയുണ്ട്. അതും കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയായി മാറും. ഇവയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നാടകീയമായി മാത്രം ഒരുപക്ഷെ ചില നേതാക്കന്മാർ ഈ ഒരു വിഷയം ഉന്നയിച്ചാൽ മാത്രമേ ഈ ഒരു വിഷയം ചർച്ചയാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് വൈകുന്നേരത്തോടു കൂടി ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും ചർച്ച ചെയ്യുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ ഒരു വിഷയത്തിൽ അന്തിമമായ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈക്കമാൻഡ് നേതാക്കന്മാരൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ വിഷയം അറിയിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയാണ് വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഒരു അനിശ്ചിതത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉടൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം വടകര
വടകര അതുപോലെ തന്നെ വയനാട് മണ്ഡലങ്ങളിൽ ഈ 2 മണ്ഡലങ്ങളിൽ 9 സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടും സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് വ്യക്തമായ ഒരു വിവരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ആകെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഇന്നോ നാളെയോ ആയി തന്നെ വയനാട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചർച്ച ചെയ്തുകൊണ്ട് വടകരയിലും വയനാട്ടിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. അത്തരത്തിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമ്പോൾ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും കൃത്യമായും നമുക്ക് ചിത്രവും അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രവും തെളിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും പ്രവർത്തക സമിതി യോഗം പ്രധാനമായും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നിർഭൻ, ശരത്, ഏറെ ശ്രദ്ധേയമായ കാര്യം, അതായത് കേരളത്തിലെ നേതാക്കൾ ഏകകണ്ഠമായി, അതായത് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ആവർത്തിക്കുന്നു. വയനാട്ടിൽ നേരത്തെ പ്രഖ്യാപിച്ച ടി സിദ്ദിഖ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു. അദ്ദേഹം പ്രചരണം തന്നെ ഇടയ്ക്ക് നിർത്തിവെച്ചാണ് പരസ്യമായി പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. KPCC പ്രസിഡന്റും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആ നിലയ്ക്ക് തന്നെ പ്രതികരിച്ചു. എന്നാൽ ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വയനാടിന്റെ കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല. രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അത് വ്യക്തമായി സൂചന നൽകുന്നത് ദേശീയ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ 2 അഭിപ്രായം ഉണ്ട്. അത് ഒരു വിഭാഗം നേതാക്കൾ ഇത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പം തുടരുന്നത് എന്ന് തന്നെയാണോ നാം മനസ്സിലാക്കേണ്ടത്, ശരത്? തീർച്ചയായും നിർഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഒരു പ്രചരണം ഒരു ഉപാധിയായി തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മാറും. കാരണം അത്തരമൊരു മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറെ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാനുള്ളത് എന്നാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ കൃത്യമായും പറയുന്നു, വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ട് BJP എതിരിടുക എന്ന ക്യാമ്പയിൻ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് എന്ന് പല നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ ഇത് മറ്റൊരു വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അമിതോത്സാഹത്തോടു കൂടിയുള്ള പ്രചരണം കേരളത്തിലെ നേതാക്കൾ നടത്തി എന്നുള്ളത് ഹൈക്കമാൻഡിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ വിലയിരുത്തുന്നു. കാരണം രാഹുൽ മത്സരിക്കും എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പ്രസ്താവനകൾ നടത്തിയത്. അത് രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയതായുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ള രീതിയിൽ അവിടുത്തെ PCCകളൊക്കെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് ഏറെ സമചിത്തതയോടുകൂടിയും അതുപോലെ തന്നെ ആ കാര്യഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ടുമാണ് അവർ നടത്തിയത് എന്നും, എന്നാൽ കേരളത്തിലെ നേതാക്കന്മാർ സാഹചര്യം മനസ്സിലാക്കാതെ എടുത്തു ചാടിക്കൊണ്ടുള്ള ഒരു രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ള ഒരു വിമർശനവും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ നേതാക്കന്മാർ അമിത ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രചരണം നടത്തിയത് അവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ ഗ്രൂപ്പ് പോര് മറികടക്കാൻ, ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രചരണം നടത്തിയത് എന്നുമുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ദേശീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് 2 അഭിപ്രായങ്ങളുണ്ട്. അത് ഏതായാലും രാഹുലിന്റെ മുമ്പിൽ ഈ 2 അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ മുൻപിലെത്തും. രാഹുൽ ഗാന്ധി ആയിരിക്കും മത്സരിക്കണമോ വേണ്ടയോ എന്നതിനെ വിവരങ്ങൾ വ്യക്തമാണ്. അതായത് വയനാട് മത്സരിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിലേക്ക് വിഷയം മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാന കോൺഗ്രസിലെ വിഷയം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കും കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ശരത്ത് പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യോഗത്തിലും ഈ വിഷയം അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്തത്.
ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇല്ലെന്ന് സൂചന. കേരളത്തിലെ കലഹം മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പ്രചരണം ഉണ്ടായതെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. NDTV പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലൂടെ ഉള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കലഹങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ എടുത്ത അജണ്ടയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല എന്നതാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് ചേരുന്നു. സന്തോഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം NDTV റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇല്ല എന്നതാണ്. മറിച്ചുള്ള പ്രചരണങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയ വ്യാജ പ്രചരണമാണ് എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സന്തോഷ്? നിർബൻ, നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ ആശങ്കയിലാണ്. ഇത് ഏതു തരത്തിലായിരിക്കും വോട്ടർമാർക്കിടയിൽ, രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സ്വാധീനം ചെലുത്തുക എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ വയനാടിന്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് ജയിക്കുന്നുണ്ട്. പക്ഷേ പ്രധാന എതിരാളി BJP അല്ല. BJP സംസ്ഥാനത്ത് തന്നെ മുഴുവനായി അപ്രസക്തമായിരിക്കുന്നു. വയനാട്ടിലാകട്ടെ BJP മത്സരിക്കുന്നത് പോലുമില്ല. അങ്ങനത്തെ ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലോ വയനാട് സീറ്റിലോ മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് NDTV അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ ഇത്തരത്തിലൊരു സംശയം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരിക എന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. നിലവിൽ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകൾ, തൊട്ടടുത്തുള്ള മധ്യപ്രദേശ് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, ഗുജറാത്ത് സംസ്ഥാനം അടക്കമുള്ള അവിടെയുള്ള ഉത്തരേന്ത്യയിലെ ആ വലിയ 136ഓളം വരുന്ന ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചെടുക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു പ്രധാന ആവശ്യമാണ്. അത് വിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും BJPക്ക് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. നേരത്തെ കോൺഗ്രസ് കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ 6 ലോക്സഭാ മണ്ഡലങ്ങൾ പരിഗണിക്കാനായി പരിശോധിച്ചു. പക്ഷെ ഇതിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ ശിവഗംഗ, അവിടെ ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. P. ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനെയാണ് ശിവഗംഗയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. പിന്നെയുള്ളത് ബാംഗ്ലൂർ സൗത്ത് ആയിരുന്നു. ബാംഗ്ലൂർ സൗത്തിലും കോൺഗ്രസ് അവിടെ JDS സഖ്യമായി റിസ്വാനെ എന്ന അവിടുത്തെ മുതിർന്ന നേതാവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് മത്സരിക്കാവുന്ന വയനാട് മാത്രമാണ്. ഈ വയനാട്ടിന്റെ കാര്യത്തിലാണ് ഇതൊരു അനിശ്ചിതത്വത്തോടെ. എന്തായാലും ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യില്ല എന്ന് ശരത്ത് പറയുന്നു. പിന്നെയുള്ള തെരഞ്ഞെടുപ്പ് സമിതി യോഗം അത് ഇന്ന് തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. കാരണം കേരളത്തിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുമ്പോൾ ഏറ്റവും ഉറച്ച സീറ്റെന്ന് കോൺഗ്രസ് തന്നെ കരുതുന്ന വയനാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. രാഹുൽ വന്നില്ല എങ്കിൽ വീണ്ടും പഴയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. നിലവിലെ അനിശ്ചിതത്വത്തിൽ ആ സീറ്റ് പോലും കൈമോശം വരുമോ എന്നൊരു ഭയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ തെരഞ്ഞെടുപ്പ് സമിതിയോടുകൂടി തന്നെ തീരുമാനമെടുക്കും. രാഹുൽ ഗാന്ധി എന്തായാലും വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. അതായത് NDTV നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇല്ല എന്ന് തന്നെ സൂചനയാണ്. കേരളത്തിലെ കോൺഗ്രസിലുണ്ടായ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആഭ്യന്തര തർക്കം കാരണം ഒരു വിഭാഗം നേതാക്കൾ ഉണ്ടാക്കിയ വ്യാജ പ്രചരണമാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് നൽകിയത്. ഇനി മറ്റൊരു വാർത്തകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഇടത് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയ താലൂക്ക് യൂണിയൻ NSS നേതൃത്വം പിരിച്ചുവിട്ടു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയതിനെ തുടർന്ന് NSS മാവേലിക്കര യൂണിയൻ കമ്മിറ്റിയെയാണ് പിരിച്ചുവിട്ടത്. താലൂക്ക് യൂണിയന്റെ ഓഫീസിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകിയത് വിവാദമായതോടെ പ്രസിഡന്റ് ഒഴികെയുള്ള താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി രാജി എഴുതി വാങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുന്നു. അതായത് യൂണിയൻ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. NSS
യൂണിയൻ താലൂക്ക് കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതായത് ബഹുദൂരം ഒക്കെ, അതായത് സമദൂര സിദ്ധാന്തം പറയുന്ന, ഔദ്യോഗികമായി പറയുന്ന NSS ആണ്. അതായത് ഈ ആ സമുദായത്തിൽ വിശ്വസിക്കുന്ന ഉള്ളവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം എന്നൊക്കെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥിരമായി പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് മറിച്ച്, അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി എന്ന ഒറ്റ പേരിൽ ഇപ്പോൾ യൂണിയന്റെ ഭാരവാഹികളെ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഭാരവാഹികളോട് രാജി എഴുതി വാങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഷാജഹാൻ? നിർഭൻ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാവേലിക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മാവേലിക്കര മണ്ഡലത്തിൽ സ്വീകരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്വീകരണ പരിപാടികൾക്കിടയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മാവേലിക്കര NSS യൂണിയൻ ഓഫീസിലെത്തിയത്. NSS യൂണിയൻ ഓഫീസിലെത്തിയത് സ്വാഭാവികമായിട്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് മടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിനുള്ള തീരുമാനം അല്ലെങ്കിൽ നടപടി NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇദ്ദേഹത്തോടൊപ്പം യൂണിയനിൽ പ്രവർത്തിക്കുന്ന മറ്റ് 8 പേരെ ചങ്ങനാശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയും അവരുടെ കയ്യിൽ നിന്നും നിർബന്ധപൂർവ്വം രാജി എഴുതി വാങ്ങുകയുമായിരുന്നു. അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പ്രധാനമായിട്ടും യൂണിയൻ ഭാരവാഹിയുടെ ഭാഗത്തു നിന്നും ഒരു വോട്ട് ചോദിച്ചെത്തിയ ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു നടപടി NSS യൂണിയൻ ജനറൽ സെക്രട്ടറി കുമാരനായുടെ ഭാഗത്തു നിന്നുണ്ടായത്. NSS ആസ്ഥാനത്ത് മറ്റ് യൂണിയൻ ഭാരവാഹികളെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരുടെ കയ്യിൽ നിന്നും നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് ആ യൂണിയൻ തന്നെ പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ബഹുദൂരവും സമദൂരവും ഒക്കെ പറയുന്ന എന്തായാലും NSSന്റെ മനസ്സിലിരിപ്പ് എന്താണ്, അല്ലെ NSS നേതാവിന്റെ ജനറൽ സെക്രട്ടറിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതോട് വ്യക്തമായിരിക്കുകയാണ്. ശക്തമായ ഒരു എതിർപ്പ് NSSന്റെ വിവിധ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും NSS പോലെയുള്ള സാമുദായിക സംഘടനകൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് NSSന്റെ മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് പ്രസാദ് ഇപ്പം നേരിട്ട് നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. അതായത് പ്രസാദ് നമ്മളോടൊപ്പം പ്രതികരിക്കുന്നു. അതായത് പ്രസാദ്, മാവേലിക്കര യൂണിയനിലെ ഭാരവാഹികളെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥി എത്തി യൂണിയൻ ഓഫീസിൽ വച്ച് സ്വീകരിച്ചു എന്നുള്ളതല്ല, സ്ഥാനാർത്ഥി എത്തി വോട്ട് ചോദിച്ചു എന്ന ഒറ്റ കാരണത്താൽ യൂണിയൻ ഭാരവാഹികളെ പിരിച്ചുവിടുകയാണ്. അതും കോട്ടയത്ത് NSS ജനറൽ സെക്രട്ടറി നേരിട്ട് വിളിച്ചു വരുത്തി പിരിച്ചുവിട്ടിരിക്കുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം? ഞാൻ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. താലൂക്ക് യൂണിയനിലേക്ക് ഒരു സ്ഥാനാർത്ഥി കടന്നു വന്നു, LDFന്റെ ചിറ്റയം ഗോപകുമാർ. അദ്ദേഹത്തിന് കടന്നു വരുന്ന അവസരത്തിൽ എനിക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞു, യൂണിയൻ ഓഫീസിലിരുന്നു, സൗഹൃദമായിട്ട് 5 മിനിറ്റ് നേരെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ LDFന് വേണ്ടി പണിയെടുക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ വിളിച്ച് രാജിക്കത്തെഴുതി മേടിച്ചിട്ട് ആ കമ്മിറ്റി പിരിച്ചുവിട്ടത്. പ്രസാദ്, അതായത് സമദൂരമാണ് NSS പ്രഖ്യാപിക്കുന്നത്. ഔദ്യോഗികമായി പലവട്ടം ആവർത്തിച്ച് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് സമദൂരമാണ്. ഈ സമുദായത്തിലുള്ള അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം, വിശ്വസിക്കാം. പക്ഷേ അവിടെ താലൂക്ക് കമ്മിറ്റി അങ്ങനെ ഒരു സ്വീകരണമൊന്നും നൽകിയില്ല. സ്ഥാനാർത്ഥി താലൂക്ക് കമ്മിറ്റി ഓഫീസിൽ സ്വാഭാവികമായി പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി അവിടെയും എത്തി. അവിടെ എത്തിയപ്പോൾ NSS യൂണിയൻ ഓഫീസിലും കയറി വോട്ട് അഭ്യർത്ഥിച്ചു. അത് മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കാൻ NSS കരയോഗത്തിന്റെ യൂണിയൻ ഓഫീസിൽ എത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് ഭാരവാഹികളെ മുഴുവൻ വിളിച്ച് കോട്ടയത്ത് NSSന്റെ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി, ചങ്ങനാശ്ശേരിയിൽ വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങുകയാണ്. ഇതിൽ സ്പഷ്ടമായ രാഷ്ട്രീയമല്ലേ, ഏകപക്ഷീയമായ രാഷ്ട്രീയമല്ലേ NSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എടുക്കുന്നത്? കേൾക്കുന്നുണ്ടോ പ്രസാദ്? കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അതായത് പരസ്യമായ പ്രചരണമൊന്നും, അതായത് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു സ്വീകരണ കേന്ദ്രമൊന്നും ആയിരുന്നില്ലല്ലോ അവിടെ. ആയിരുന്നില്ല. അത് തന്നെയല്ല, അന്ന് പലരും കൂടിയിരിപ്പുണ്ടായിരുന്നു അവിടെ. ഞാൻ തന്നെയല്ല, പല വ്യക്തികളും കൂടിയിരുന്ന അവസരത്തിലാണ് ഇവർ വരുന്നത് തന്നെ. ഇത്തരത്തിലൊരു നിർദ്ദേശം എന്തെങ്കിലും നേരത്തെ തന്നിരുന്നു? അതായത് ഒരു സ്ഥാനാർത്ഥിയെയും ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെയും വോട്ട് അഭ്യർത്ഥിക്കാനോ പ്രചരണത്തിനോ ഒന്നും ഇറങ്ങരുത് എന്ന തരത്തിലുള്ള വല്ല സർക്കുലർ വല്ലതും NSS ആസ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? ഇല്ല, ലഭിച്ചിട്ടില്ല. അത് ഒരു കാര്യം വ്യക്തമല്ലേ, ഇടതുമുന്നണി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയത് കൊണ്ട് മാത്രമാണോ ഈ കരയോഗത്തിനെതിരെ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മാത്രമാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുകൂടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വീകരണം കൊടുത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടില്ല. ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും BJPക്കായാലും ഒന്നിനു വേണ്ടിയും പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു.
പ്രസാദ്, ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നടപടി നിങ്ങൾ വിശദീകരണ കത്ത് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇനി അടുത്ത നടപടികൾ? നിങ്ങൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണമാണ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക? എന്റെ ഭാഗത്തു നിന്ന് സർവീസ് സൊസൈറ്റിയെ ഞാൻ ഇത്രയും നാൾ പ്രവർത്തിച്ച ആളാണ്. എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സർവീസ് സൊസൈറ്റിക്ക് ശോഭകരമായിട്ടൊന്നുമില്ല. സമുദായാചാര്യം പോലും പറഞ്ഞിട്ടുള്ളത് ഇതര മതവിഭാഗങ്ങൾക്കോ ജാതി വിഭാഗങ്ങൾക്കോ ശോഭകരമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ സർവീസ് സൊസൈറ്റി നേതൃത്വം മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. പ്രസാദ്, മാവേലിക്കര NSSന്റെ യൂണിയൻ പ്രസിഡന്റായിട്ടുള്ള പ്രസാദാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതായത് താലൂക്ക് NSSന്റെ കരയോഗം ഓഫീസിലെത്തിയ ഇടത് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു എന്ന ഒറ്റ കാരണത്താൽ NSSന്റെ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി താലൂക്ക് യൂണിയനിലെ ഭാരവാഹികളെ പിരിച്ചുവിട്ടിരിക്കുന്ന സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ, അതിന് സംബന്ധിച്ച പ്രതികരണമാണ് ഇപ്പോൾ പ്രസാദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഐകകണ്ഠേനയാണ് ആവശ്യം ഉന്നയിച്ചതെന്നും ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. PC ചാക്കയുടെ വിമർശനത്തിന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ല. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ശക്തമായിട്ട് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിഗണനയിലാണ്. ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും അദ്ദേഹം സംസ്ഥാനത്തു നിന്നുള്ള ഈ ആവശ്യം ഉൾക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്നിരുന്ന പേര് T സിദ്ദിഖിൻ്റെയാണ്. അദ്ദേഹം തന്നെ അത് സ്വാഗതം ചെയ്യുകയും അവിടെ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ കൂടിയ യോഗം രാഹുൽജിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ പ്രകടനം നടത്തി പിരിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിശ്ചയമായിട്ടും രാഹുൽജി അനുകൂലമായി പരിഗണിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്.